സാറേ, വയനാട് മാനന്തവാടിയിൽ കടുവ ഇറങ്ങി ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി. ജനങ്ങളൊക്കെ തന്നെ പരിഭ്രാന്തിയിലാണ്, പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലയിലുള്ളവർ. ഇന്ന് കൂടരഞ്ഞിയിൽ, കോഴിക്കോട് ജില്ലയിൽ ഒരു പുലിക്ക് വേണ്ടി കെണി വെച്ചിരുന്നു. ഒരു പുലിയെ കിട്ടി. സത്യത്തിൽ ഈ വന്യമൃഗങ്ങൾ എന്താണ് ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? അതിനു മുമ്പ് ആന ഇറങ്ങുന്നതും ഉണ്ടല്ലോ. അതെ, ആന ഇറങ്ങുന്ന കാസർഗോഡ് ഇവിടെയൊക്കെ. പിന്നെ ഹാങ്ങിങ്, മറ്റേ വേലി, അതെ അതെ, തൂങ്ങിക്കിടക്കുന്ന വേലി കെട്ടലും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അതെ അതെ, കർണാടകയിൽ നിന്ന് ഒക്കെ ആനകളും വരുന്നുണ്ട്. ഇതിലിപ്പോ ഈ കടുവയുടെ കാര്യം നമുക്ക് സംസാരിക്കാം. മുമ്പ് ഈ കുട്ടിക്കാലത്തൊക്കെ ജിം കോർബറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കടുവ വേട്ടക്കാരൻ്റെ, നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ വേട്ടകൾ നടത്തിയിട്ടുള്ള ആളാണ് ജിം കോർബറ്റ്. കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ. അപ്പൊ കുമിയൂണിലെ കടുവകൾ, കുമിയൂണിലെ നരഭോജി, ഇങ്ങനെയൊക്കെയാണ്. ഇത് മലയാളത്തിലും ഒക്കെ പരിഭാഷ ചെയ്ത് വന്നിരുന്നു. ഈ കാലങ്ങളിലൊന്നും ഈ ജിം കോർബറ്റിന്റെ പുസ്തകങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഇംഗ്ലീഷിലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വായിക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ ജിം കോർബറ്റ് ഈ കടുവകളെ പറ്റി കുറേ എഴുതിയിട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ അതൊക്കെ ഇങ്ങനെ കടുവകളെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും നോക്കുമ്പോൾ അമ്പരന്ന് പോയൊരു കാര്യം, പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം കടുവകൾ ഇങ്ങനെ മനുഷ്യവേട്ടയ്ക്ക് ഇറങ്ങാം എന്ന് അതിൽ കണ്ടു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ അടുത്ത കാലത്ത് ഉരുൾപൊട്ടലാണ് ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉരുൾപൊട്ടൽ, ഈ ഭൂകമ്പം, ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ കുറെ ജഡങ്ങൾ നമ്മൾ എടുക്കാതെ പോവുമല്ലോ, കിട്ടാതിരിക്കും. മണ്ണിന്റെ അടിയിൽ, പാറയുടെ അടിയിലും ഒക്കെ പോകും, കാട്ടിലും ഒക്കെ പോകും. അപ്പൊ അങ്ങനെയുള്ള ജഡങ്ങള് ഈ കടുവ ഭക്ഷിച്ചു നോക്കുമല്ലോ. ഭക്ഷിച്ചു നോക്കുമ്പോൾ ഒരു സുഖം കടുവയ്ക്ക് തോന്നും. രുചി അല്ലേ? സാധാരണ മനുഷ്യനിൽ നിന്ന് അകന്നാണ് കടുവ ജീവിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു അവസ്ഥയിൽ രുചിച്ചു നോക്കുമ്പോൾ അത് പിടിച്ചിട്ട് പിന്നെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് എന്ന് ആ അനുഭവങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വയനാടിന് ചേരുവോ ഇല്ലയോ എന്നുള്ള കാര്യം അതിന്റെ വിദഗ്ധർ ചർച്ച ചെയ്യണം എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു സംഗതി കാണുന്നുണ്ട്. ഈ ജിം കോർബറ്റ് ഈ നരഭോജികളായ കടുവകള്, പുലികള്, സിംഹങ്ങൾ, ഇതിനൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. നരഭോജികളായ മൃഗങ്ങളെ. അപ്പൊ ഈ നരഭോജികളെ ജിം കോർബറ്റ് വേട്ടയാടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചമ്പാവത്ത് കടുവ നോട്ട്, ഒരു പെൺകടുവയാ. ഈ ചമ്പാവത്ത് കടുവ ബംഗാൾ ടൈഗ്രസ് എന്ന് പറഞ്ഞാൽ ബംഗാളിലുള്ളതെന്നല്ല, ആ വിഭാഗം, ഒരു ജനുസ്, അതിൽപ്പെട്ടതാണ്. അപ്പൊ അത് നേപ്പാളിലും ഇന്ത്യയിലുമായിട്ട് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് 436 മനുഷ്യരെ തിന്നു ഈ നരഭോജി, ചമ്പാവതി എന്ന് പറഞ്ഞ പെൺകടുവ. അതിനെ ജിം കോർബറ്റ് 1907 കൊല്ലുന്നത്, ഈ ചമ്പാവതിയെ. ഈ കടുവ ഈ നരഭോജി ആകുന്നതിന് പല ഘടകങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ അകത്ത് ഒരുപാട് ഘടകങ്ങൾ ഉള്ളതിൽ ഒന്ന്, ഈ കടുവയ്ക്ക് ധാരാളം പരിക്കുകൾ പറ്റുമല്ലോ. പരിക്കുകൾ പറ്റുമ്പോൾ ഇവിടുത്തെ ഒരു പല്ലില്ലേ, പ്രധാനമായിട്ട് ഈ തിന്നാൻ, അതിനെന്താ കോമ്പല്ലെന്ന് പറയുന്നത്, എന്തോ കനൈൻ ടീത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. ആ 2 പല്ലുകൾ ഇത് വെടികൊണ്ടുമൊക്കെ പരിക്കേറ്റിട്ട് ഇതിന് വല്ല ദോഷം വരിക. അങ്ങനത്തെ പരിക്ക്, പ്രത്യേകിച്ച് പല്ലിന് പരിക്ക് പറ്റിയാലാണ് ഈ സാധാരണ മൃഗങ്ങളെയൊക്കെ ആക്രമിച്ച് തിന്നാനായിട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഷാർപ്പാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പരിക്കുകൾ കടുവയ്ക്ക് പറ്റുമ്പോൾ അത് പിന്നെ നരഭോജിയായിട്ട് മാറുന്നു എന്ന് ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതാണ് ഫിസിക്കൽ ഇമ്പയർമെന്റ്സ് എന്ന് പറയുന്നത്. അതിന് അംഗഭംഗോ ഇതുപോലത്തെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, മനുഷ്യന്റെ നുഴഞ്ഞു കയറ്റം കാട്ടിലേക്കുള്ള, അത് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ എപ്പോഴും. ഭക്ഷണം കിട്ടാതെയാണ്, വെള്ളം കുടിക്കാനാണ് കടുവകൾ വരുന്നത്, ആനകൾ വരുന്നതെന്നൊക്കെ സാധാരണഗതിയിൽ എപ്പോഴും പറയുന്നതാണ്. അതല്ലാത്ത കാരണങ്ങളും എപ്പോഴും ഉണ്ട്. സത്യത്തിൽ പണ്ഡിതന്മാര്, ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുക. സംഘർഷം ഉണ്ടാവാനുള്ള പല കാരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിനെ കരുതാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ, പ്രകൃതി ദുരന്തം കാരണം പരിക്കേറ്റിട്ട് പല്ലിനൊക്കെ എന്നുള്ള ചർച്ചയൊന്നും നമ്മൾ സാധാരണ കാണാറില്ല.
അങ്ങോട്ട് എൻക്രോച്ച് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആയിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ വലിയ ഈ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ളത്, ഈ ആനയുടെ കാര്യമൊക്കെ വരുമ്പോൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ പരുക്ക് കാരണമാണ് പ്രധാനമായിട്ടും ഇവ നാട്ടിലേക്ക് വരുന്നത്. അത് തോക്കുകളിൽ നിന്നുള്ളത്, പിന്നെ ട്രാപ്പ് കെണിവെച്ച് പിടിക്കുമല്ലോ, അപ്പോൾ ഉണ്ടാവുന്ന പരിക്കുകൾ, പിന്നെ മറ്റ് മൃഗങ്ങളുമായിട്ട് സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോഴും ഈ പരിക്ക് വരും. അങ്ങനെ അതിൻ്റെ സ്വാഭാവികമായ ഇരയുണ്ടല്ലോ, വേറൊരു മൃഗം, അതിനേക്കാൾ താഴ്ന്ന മൃഗം ആണല്ലോ അതിൻ്റെ ഇര. ആ ഇരയെ വേട്ടയാടാനായിട്ട് കടുവയ്ക്ക് പ്രയാസം വരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഈ ചമ്പാവത്ത് കടുവയുടെ കാര്യം പറഞ്ഞില്ലേ, 436 പേരെ തിന്നത്, ജിം കോർബറ്റ് കൊന്നത്. അതിന് ഈ പല്ലില്ലേ, അത് ഒരെണ്ണം പരിക്കേറ്റിരുന്നു, അത് പൊട്ടിയിരുന്നു ആ പല്ല്. അങ്ങനെയാണ് അത് മനുഷ്യനെ തിന്നാൻ വന്നതെന്നാണ് ആ കാലത്ത് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അത് മിക്കവാറും തോക്കിൽ നിന്ന് വെടിയേറ്റിട്ടാണ് ആ പല്ല് പോയതെന്നാണ് പറയുന്നത്. അങ്ങനെ ആ കടുവ മനുഷ്യനിലേക്ക് തിരിഞ്ഞു. മനുഷ്യനെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയും. കാരണം മാനോ ഈ വൈൽഡ് ബോർ, കരടി അല്ലേ, ഇതൊക്കെ ഓടിക്കളയും, ചുറ്റിക്കും, ഭയങ്കരമായിട്ട് ഓടും. അതും ഈ കാടുകൾക്കിടയിൽ കൂടിയല്ലേ ഓടുക. മനുഷ്യനോടുന്ന എങ്ങോടാ? വീട്ടിലേക്കല്ലേ ഓടുന്നത്. ചെടികളില്ല, മറവില്ല, ഒന്നുമില്ല. ഇവന് പേടിയുമാണല്ലോ. അപ്പൊ ഉടനെ ചത്തുപോകുന്നുള്ള പേടിയിലും ടെൻഷനിലും ഒക്കെ ആയിരിക്കും. പിന്നെ എവിടെ പോയാലും ഈ കടുവയ്ക്കാണ് കൂടുതൽ നന്നായി ചാടാനോ ഒക്കെ കഴിയുക. പവർ കൂടുതലുണ്ട്. അതാണല്ലോ ഫെറോഷ്യസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യനെ വേട്ടയാടുന്നത് കടുവയ്ക്ക് എളുപ്പമാണ്. പിന്നെ പരിസ്ഥിതിയിൽ അതിൻ്റെ നാച്ചുറൽ, അതിൻ്റെ ആവാസ വ്യവസ്ഥ, അതിനെ ഈ മരങ്ങൾ വെട്ടിയും ഒക്കെ നശിപ്പിക്കുന്നു. കൃഷി, പിന്നെ നഗരവൽക്കരണം, കാടിൻ്റെ, അങ്ങനെ വരുമ്പോൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നു കടുവകൾ. പിന്നെ അതിന് സ്വാഭാവിക ഇര, അതിൻ്റെ ഈ മാന്, ഈ വൈൽഡ് ബോർ, ഇതൊക്കെ കുറഞ്ഞു വരികയാണ് അത്തരം ഘട്ടങ്ങളിൽ. അപ്പോൾ ഇങ്ങോട്ട് കിടക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി കിടക്കുന്നു. ഈ ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെ അതിർത്തിയിൽ ബംഗാളിൽ സുന്ദർബൻസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടൽക്കാട് ഉണ്ട്, സുന്ദർബൻസ് ഫോറസ്റ്റ്. ആ സുന്ദർബൻസിൽ ധാരാളം കടുവകൾ മനുഷ്യരെ വേട്ടയാടി തിന്നിട്ടുണ്ട്. 1969-നും 1971-നും ഇടയിൽ അവിടുത്തെ കടുവകൾ 129 മനുഷ്യരെ കൊന്നു തിന്നു. അതാണ് 69-നും 70-നും 71-നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 2 കൊല്ലം കൊണ്ട് 129 മനുഷ്യരെ തിന്നു. അപ്പോൾ അതിന് ഈ ആവാസ വ്യവസ്ഥ പോയതും ഈ മനുഷ്യൻ്റെ സാന്ദ്രത കൂടുന്നതും ഒക്കെയാണ് മനുഷ്യരും കടുവയും തമ്മിലുള്ള ആക്രമണത്തിന്, സംഘർഷത്തിന് കാരണമായിട്ട് വരുന്നത്. പിന്നെ ഈ മനുഷ്യർ വേട്ടയാടുമല്ലോ ഇതിനെ തോക്കുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ മനുഷ്യൻ്റെ വേട്ട കൊണ്ട് ഈ മാനിനെയൊക്കെ വെടിവെക്കുന്നു, കരടിയൊക്കെ വെടിവെക്കുന്നു, വേട്ടയ്ക്ക് പോകുന്നവര്. ഇതിന്റെ ഇരകൾ കുറയുന്നു, കടുവയുടെ ഇരകൾ കുറയും, അതിന് ഭക്ഷിക്കേണ്ട ഒന്നും കിട്ടാതെ വരുന്നു. അങ്ങനെയും അത് മനുഷ്യ ആവാസ കേന്ദ്രങ്ങളുടെ അടുത്തേക്ക് വരുന്നു. പിന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം വരുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിയുമ്പോൾ കടുവയ്ക്ക് മനുഷ്യ ജഡം രുചിക്കാനായിട്ട് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ മനുഷ്യ മാംസം രുചിച്ച ശേഷം വരാറുണ്ട്. അങ്ങനെ സുന്ദർബൻസിൽ, ഈ നേരത്തെ പറഞ്ഞ ബംഗാളിലെ കണ്ടൽക്കാടിൽ 2007 സിദർ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ് ഉണ്ടായി. സിദർ സൈക്ലോൺ അതുണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് ശേഷം കടുവകൾ മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണം കൂടി. ഈ ചുഴലിക്കാറ്റിന് ശേഷം അത് ആവാസ കേന്ദ്രങ്ങളും ഒക്കെ തകർന്നു പോയതിന് പുറമെയാണ് ഈ ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഒരുപാട് ജഡങ്ങൾ, മനുഷ്യ ജഡങ്ങൾ കടുവയ്ക്ക് രുചിക്കാൻ കിട്ടി.
എന്നാ പിന്നെ ഇങ്ങനെ ഒരു മൃഗം ഉണ്ടല്ലോ, ഇതിന്റെ ടേസ്റ്റ് ഫ്ലഷ് നല്ല ടേസ്റ്റ് ആണ്, ആ മൃഗം എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. പിന്നെ ഈ ബംഗാൾ ടൈഗർ ഈ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു പുരുഷ കടുവ സെഗൂറിലുണ്ടായിരുന്നു. ആ സെഗൂറിലെ കടുവ അത് നമ്മുടെ അടുത്താ, നീലഗിരിയിൽ. ആ നീലഗിരി മലനിരകളിൽ ഊട്ടി ഒക്കെ ഉണ്ടല്ലോ, 5 പേരെ കൊന്നു ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം. ഇങ്ങനെ ഒരെണ്ണം. ആ കടുവയ്ക്കും പരിക്കേറ്റിരുന്നു. നേരത്തെ പറഞ്ഞ പല്ലുപോയ കടുവയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിന് പരിക്കേറ്റിട്ട് എൻ്റെ സാധാരണ ഇരയെ തേടിപ്പിടിക്കാൻ അതിന് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കെനിയയിൽ 1898 സാവോ മാനിറ്റേഴ്സ് എന്ന് പറയും, സാവോ നരഭോജികൾ. അത് 2 സിംഹങ്ങളാണ് സാവോ നരഭോജികൾ എന്ന് പറയുന്നത്. അത് 1898 35 റെയിൽവേ തൊഴിലാളികളെ കൊന്നു തിന്നു. 35 മറ്റേ സിംഹങ്ങൾ. അപ്പോൾ അവർക്കും ആ സിംഹങ്ങൾക്കും പല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരിക്കും അവ മനുഷ്യനെ ആക്രമിച്ചത് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നോക്കാനുണ്ട്. ഈ കടുവ എങ്ങനെയാണ് ഇവിടെ വന്നത്, ആ കടുവയെ ശരിക്ക് എന്താണ് പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇതിനെ കൊന്നിട്ടോ ഇതിനെ കൊല്ലണം, നിങ്ങൾ കുഴിവെച്ച് പിടിച്ചിട്ട് വീണ്ടും കാട്ടിലേക്ക് അയച്ചാൽ അത് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരും നിന്ന് ആ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ശോഭിക്കുന്നത് കണ്ടു. ഇതാ ക്രിക്കറ്റ് താരത്തിന്റെ മിന്നുമണിയുടെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ്, അമ്മാവന്റെ ഭാര്യ, അടുത്ത ബന്ധുവാണ്. മാത്രമല്ല ഇവര് ഈ ഒരു 19 മറ്റോ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിന് വീടൊക്കെ നഷ്ടപ്പെട്ട് ഒരു ചെറിയ ചായ്പിലൊക്കെ കഴിയുകയായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ജീവിതവും വളരെ ദുസ്സഹമായി മുന്നോട്ട് പോകുന്നു. വീടൊക്കെ പണിഞ്ഞു വരുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ഈ ഉപജീവനത്തിനായിട്ട് പണിക്കിറങ്ങുന്നത്. അപ്പോഴാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാർ ഭീതിയിലാണെന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. ജിം കോർബറ്റിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കടുവകളെ കൊല്ലുക തന്നെയാണ് വേണ്ടത്. കാരണം മനുഷ്യനെ തിന്നാൻ തുടങ്ങുകയാണല്ലോ. വേറെ ഏതൊരു വളർത്തുമൃഗത്തെ ഇത് പിടിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷെ നരഭോജി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊല്ലണം. നമ്മൾ അങ്ങനെയാണ് ജിം കോർബറ്റിന്റെ ജീവിതം നമ്മളോട് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.